പുറത്ത് നല്ല മഴയല്ലേ, നല്ല ചൂട് സൂപ്പ് കുടിച്ചാലോ? സൂപ്പർ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഉണ്ടാക്കാനാണെങ്കിലോ വളരെ ഈസിയുമായിട്ടുള്ള 2 സൂപ്പാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ആദ്യത്തേത് ഒരു ഹെൽത്തി ആൻഡ് ക്രീമി ആയിട്ടുള്ള ടൊമാറ്റോ ക്യാരറ്റ് സൂപ്പാണ്. ഈ സൂപ്പ് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 3 തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ക്യാരറ്റും, ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു പച്ചമുളകും. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്, പെട്ടെന്നായി കിട്ടും. കുക്കറിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയ കറുവാപ്പട്ട കഷ്ണവും ഒരു ബേ ലീഫും ഇടാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് ചെറുതായിട്ട് അതും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാരറ്റും കൂടി ഇട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്കത് തുറന്നിട്ട് അതിനകത്തെ ബേ ലീഫും കറുവാപ്പട്ടയും എടുത്ത് മാറ്റണം. ഇതൊന്ന് കുറച്ച് തണുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിലെ വെള്ളം മാറ്റിയ ശേഷം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചതിനെ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച വെള്ളവും കൂടി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊന്ന് 5 മിനിറ്റ് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂടോടെ ഇത് സെർവ് ചെയ്യാം. നമ്മുടെ സൂപ്പ് ഹെൽത്തിയാണ്, അതുകൊണ്ട് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല, ബട്ടറിൻ്റെയും ക്രീമിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം ക്രീം ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ടൊമാറ്റോ ക്യാരറ്റ് സൂപ്പ്. ഇനി അടുത്ത സൂപ്പ് ആദ്യത്തേതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ളതാണ്, റാഗി വെജ് സൂപ്പ്. ഡയറ്റിലുള്ളവർക്കൊക്കെ ഇത് മാത്രം കഴിച്ചാൽ മതി, വയറ് ഫുള്ളായിരിക്കുകയും ചെയ്യും, ന്യൂട്രീഷ്യസുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ബീൻസും ഒരു ചെറിയ കഷ്ണം സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് ഒരു ഇത്തിരി ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു പീസ് കറുവാപ്പട്ടയും ഒരു ബേ ലീഫും കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞ ശേഷം വെജിറ്റബിൾസ് എല്ലാം ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം വെജിറ്റബിൾസിന്. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായി തിളയ്ക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ബേ ലീഫും പട്ട എടുത്ത് മാറ്റാം. ഇനി ഒരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്ത് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇത് നമുക്ക് തിളയ്ക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നന്നായി കുറുകി കിട്ടും. അതിലേക്ക് 1 സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗി വെജ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിന്നറിന് പകരം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണിത്. ഇത് സെർവ് ചെയ്യാൻ നേരം ഒരിത്തിരി നാരങ്ങ നീരും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം. മഴക്കാലത്ത് ഇങ്ങനെയുള്ള സൂപ്പുകൾ കുടിക്കാൻ നല്ല സുഖമാണ്. സുഖം മാത്രമല്ല കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.